ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലവും ക്രഷും തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഒരുപാട് പേര് എന്താണ് ലവ് എന്താണ് ക്രഷ് എന്താണ് എന്നുള്ള അറിയാത്തൊരു സിറ്റുവേഷൻ ആണ്. ഇപ്പോൾ നമുക്ക് ഒരാളോട് തോന്നുന്നത് ലവ് ആണോ അതോ ക്രഷ് ആണോ എന്നുള്ള സംഭവങ്ങളൊക്കെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ മുഴുവൻ കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അതായത് നിങ്ങളിപ്പോൾ ലവിലാണോ അതോ ക്രഷിലാണോ ഉള്ളത് എന്നുള്ളതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ഒരുവിധം എന്താ പറയുക ഓൾമോസ്റ്റ് ക്ലിയർ ആയി കിട്ടും ഈ വീഡിയോ കഴിയുമ്പോഴത്തേനും. അപ്പോൾ അത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ പിന്നെ നമുക്ക് ഇനി നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. നമ്മളിപ്പോ നൈസായിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പെൺകുട്ടിനെ കാണാണ്, നമ്മളുടെ കൂട്ടുകാരന്മാരൊക്കെ ആയിട്ട് ഇങ്ങനെ നൈസായിട്ട് നടന്നു പോകുമ്പോൾ ഇഷ്ടായി, കണ്ട് ഇഷ്ടായി. ഇത് വരുമ്പോ അളിയോ ഞാൻ പെൺകുച്ചിനെ ഇഷ്ടമാണല്ലേ, ഐ ലവ് ദാറ്റ് ഗേൾ അങ്ങനെ പറയുന്ന ആ ഒരു സിറ്റുവേഷൻ വരുമല്ലോ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ക്രഷ് ആണെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അവളുടെ ആ ഒരു ഫിസിക്കലാണ്, അല്ലാന്നുണ്ടെങ്കിൽ അവന്റെ ആ ഒരു ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും നിങ്ങൾ അട്രാക്ട് ആയിട്ടുണ്ടാവുക. പെട്ടെന്ന് തന്നെ കാണുമ്പോൾ അതൊരു ക്രഷ് ആയിട്ട് ഫോം ചെയ്യും. പിന്നെ എന്താ പറയാ, എല്ലാ ലവും സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങുന്നത് ക്രഷിന്നാണ്. എന്നിട്ട് ആ ക്രഷ് ഡെവലപ്പ് ചെയ്ത് പിന്നെന്താ പറയാ ആ ഫിസിക്കൽ മാറി മെന്റലി ഒരു ബോണ്ട് വരുമ്പോഴാണ് അത് ലവ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം ആദ്യം തന്നെ അതൊരു ക്രഷ് ആയിരിക്കും, പിന്നീടേ അത് എന്താ പറയാ ലവ് ആയിട്ട് രൂപപ്പെടുള്ളൂ. അല്ലാതെ ആദ്യം തന്നെ കാണുമ്പോൾ തന്നെ ഐ ലവ് ദാറ്റ് ഗേൾ അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ആ പെൺകൊച്ചിനെ ഭയങ്കര ഇഷ്ടമാണ്, അവളില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അത് 2 ദിവസം കാണാണ്ടിരുന്ന് കഴിഞ്ഞാൽ തന്നെ കുറെ ഒക്കെ ഒഴിവാകും. കാരണം ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ അങ്ങനെ തോന്നില്ല, കാരണം അതൊരു ക്രഷാണ്. അതാണ് സംഭവം. അതായത് ഫിസിക്കലിലാണ് നമുക്ക് അട്രാക്ഷൻ തോന്നിയിട്ടുള്ളത്, അല്ലാതെ അവളുടെ അല്ലാന്നുണ്ടെങ്കിൽ അവന്റെ നമ്മളൊരു മെന്റൽ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ അല്ല അത്. അപ്പോൾ അത് നിങ്ങൾ ആദ്യത്തെ ഒരു കാര്യമായിട്ട് കണക്കാക്കുക. ഇനി അടുത്ത കാര്യം ഈഗോ, പേഴ്സണൽ ഈഗോ. അതായത് ഇപ്പോ ക്രഷിലാന്ന് വിചാരിക്കാന്നുണ്ടെങ്കിൽ ഞാൻ അവളെക്കാളും കുറച്ചുകൂടെ നല്ലതാവണം, അല്ലാന്നുണ്ടെങ്കിലും കുറച്ചുകൂടെ ബെറ്റർ ആവണം, അങ്ങനെയുള്ള ഒരു ചിന്ത വരും. ഇപ്പൊ പെൺകുട്ടിക്കാന്നുണ്ടെങ്കിൽ അവനെക്കാട്ടിലും കുറച്ചുകൂടെ ബെറ്റർ ഞാനാണ്, അങ്ങനെയുള്ള ഒരു ചിന്ത ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ആവണം, അതിനെക്കാട്ടിലും ഒരു പടി എനിക്ക് മുകളിൽ നിൽക്കണം എന്നുള്ള ഒരു ചിന്ത വരുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ. അതായത് നമ്മളിപ്പോ ഒരാള് ഇപ്പോ അവൻ ചെയ്യുന്നതിനെക്കാളും കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യണം, ആ ഒരു ലെവലിലോട്ട് ഒരു റിലേഷൻഷിപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് വെറും ഒരു ക്രഷാണ്. റിയൽ ആയിട്ടുള്ള ഒരു ലവ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മെന്റലി ഒരു ബോണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലോട്ട് പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതായത് ഇപ്പോൾ ഒരാളെക്കാട്ടിലും മുന്നിലെത്തേണ്ട കാര്യം നമുക്കുണ്ടോ എന്ന് നമ്മളോട് തന്നെ ചിന്തിച്ച് എന്താ പറയുക ചോദിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം അതിന്റെ ആവശ്യം ഇല്ല എന്നുള്ളതാണ്. ലവിലാന്നുണ്ടെങ്കിൽ, ക്രഷിലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവും. അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ഫിസിക്കൽ നീഡ്സിന് കൊടുക്കുക. അതായത് ഇപ്പോൾ ലവിന്റെ സ്റ്റാർട്ടിങ് അല്ലാന്നുണ്ടെങ്കിൽ ക്രഷ് ലവ് ആ സമയമൊക്കെ വരുമ്പോൾ നമ്മൾ എന്തായാലും ഹഗ് ചെയ്യും, കിസ് ചെയ്യും, ബാക്കിയുള്ള കാര്യങ്ങൾ അതൊക്കെ നടക്കും. ബട്ട് അത് കൂടുതലായിട്ട് അതായത് ഇതിനു വേണ്ടി തന്നെ ഇങ്ങനെ നടക്കുക. അതായത് എപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എപ്പോഴും വിളിക്കണം, എന്താ പറയുകയാണെങ്കിലും എപ്പോഴും കിസ് ചെയ്യണം, എപ്പോഴും ഹഗ് ചെയ്യണം. അതായത് ഫിസിക്കലായിട്ട് കൂടുതൽ ഇന്ററാക്ഷൻസ് വേണം. അതായത് മെന്റൽ ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷനെക്കാട്ടിലും കൂടുതൽ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ വേണം എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ ആ ഒരു ലെവലിലോട്ട് വരുമല്ലോ. അതായത് അത് മാത്രം മതി എന്നുള്ള ഒരു ലെവലിലോട്ട് വരിക എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഓർത്ത് നോക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെന്റലി ഉള്ള ഒരു ബന്ധം അതിൽ വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല, ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ബന്ധമായിരിക്കും അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടാവുക. അങ്ങനെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരാളോട് നമുക്ക് കൂടുതലും ഫിസിക്കലായിട്ടാണ് അട്രാക്ഷൻ തോന്നുന്നതെന്ന് വിചാരിക്കുക. അതായത് ഇപ്പോൾ ഒരു ആൺകുട്ടിനോടാണെങ്കിലും, അതായത് പെൺകുട്ടികൾക്ക് ഒരു ആൺകുട്ടിനോടാണെന്നുണ്ടെങ്കിലും ആൺകുട്ടികൾക്ക് പെൺകുട്ടികളോടാണെന്നുണ്ടെങ്കിലും കൂടുതലായിട്ട് ഫിസിക്കലി അട്രാക്ഷൻ തോന്നുന്ന ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അത് ക്രഷ് ആണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ പ്യുവർ ലവിലാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ലസ്റ്റ് മാത്രമായിരിക്കില്ല. അത് ലസ്റ്റ് ഉണ്ടാവില്ല എന്നല്ല പറഞ്ഞത്, ബട്ട് എപ്പോഴും അതായിട്ട് നമുക്ക് അങ്ങനെ ഒരു ചിന്ത മാത്രം വരികയാണെന്നുണ്ടെങ്കിൽ അത് ക്രഷ് ആണെന്നുള്ളത് ഉള്ള ഒരു സത്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എപ്പോഴും പ്ലസന്റ് ആയിരിക്കില്ലല്ലോ. നമ്മളിപ്പോൾ ഒരു വൃത്തിയായിട്ടൊരു ദിവസം, അതായത് അന്നത്തെ ദിവസം ഇപ്പോൾ കോളേജിലാണെന്നുണ്ടെങ്കിൽ വലിയ സുഖം ഉണ്ടായിരുന്നില്ല, ആ കൂടെ അലമ്പായി. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓഫീസിലാണെന്നുണ്ടെങ്കിൽ തീരെ രസം ഉണ്ടായില്ല, ആ കൂടെ അലമ്പായി. ഇങ്ങനെ വീട്ടിലൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ആ കൂടെ ഡൗൺ ആയിട്ട് ഇരിക്കുമ്പോൾ ഇപ്പോൾ നമുക്കിപ്പോൾ എന്താ പറയുക ഒരുപാട് കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ടാവും. നമ്മൾ വിളിക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തി അവനോ അവളോ ആയിക്കോട്ടെ, അവളോട് നമ്മൾ വിളിച്ച് കുറച്ചു നേരം, അപ്പൊ മിക്കവാറും ലേറ്റ് നൈറ്റ് കോൾസ് ആയിരിക്കും മിക്കവാറും ഉണ്ടാവുക, അതായത് ലോവേഴ്സിന്റെ ഇടയിൽ. അതിന്റെ ഇടയിൽ നമ്മളിങ്ങനെ വിളിച്ച് ബുദ്ധിമുട്ടുക, സാധാരണഗതിയിൽ വിളിച്ചിങ്ങായിട്ട് എന്താ പറയാ കുറുകണ അവസ്ഥയല്ല ഞാൻ പറയുന്നത്, കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പോൾ നമ്മളവിടെ അങ്ങനെ പറയുമ്പോൾ ഒരു സമാധാനം കിട്ടുന്ന ഒരു സിറ്റുവേഷൻ. അല്ലാണ്ട് ഈ എന്താ പറയാ 12 മണി തുടങ്ങി 4 മണി വരെ ഇരുന്ന് പ്രാവ് കുറുകണ പോലെ കുറുകി ഇരിക്കുന്ന ഒരു കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് നിങ്ങൾക്കൊരു വിഷമോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, അതായത് നിങ്ങളുടെ മൂഡ് ബാഡ് ആയിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ ആ ഒരാളെ വിളിച്ച് സംസാരിക്കാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എന്താ പറയാ മനസ്സിലുള്ള ആ ഒരു പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഒരുവിധം നല്ല രീതിക്ക് തന്നെ കുറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചു നോക്കുക അത് ഒരു ലവ് ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. നമ്മൾ
ചില സമയത്ത് നമുക്ക് ഫ്രണ്ട്സിനോട് പറയാൻ പറ്റില്ല, ചില സമയത്ത് നമുക്ക് എന്താ പറയുക ഫാമിലിയിലുള്ളവരോട് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ചില ടൈമിൽ ഇവരോട് പറയുമ്പോൾ നമുക്ക് ഉള്ളിലൊരു ഒരു 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 റിഫ്രഷ്മെന്റ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു എന്തോ ഒരു സംഭവങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് ആലോചിച്ച് നോക്കുക, അതൊരു ലവ് ആയിരിക്കും. ഒരു ക്രഷിനോടാണെന്നുണ്ടെങ്കിലും നമ്മളിങ്ങനെ വിളിച്ച് വിഷമങ്ങളൊന്നും പറയാനുള്ള ഒരു സാധ്യതയില്ല. അവർ കൂടുതലും എന്താ പറയുക നമ്മളുടെ സാഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ മറച്ചു വെച്ചിട്ട് നമ്മളുടെ വേറൊരു ഡ്യൂപ്ലിക്കേഷൻ ആയിരിക്കും ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ കാണിക്കുക. അപ്പോൾ അത് വേറൊരു ഡിഫറൻസ് ആണ് ക്രഷും ലവും കണ്ടുപിടിക്കാനുള്ളത്. പിന്നെ അടുത്തൊരു കാര്യം, ലുക്കിലുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. അതായത് സാധാരണ ക്രഷ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുങ്ങി തിളങ്ങി പിടിച്ച് നല്ല രീതിക്ക് തന്നെ അങ്ങോട്ടൊക്കെ പോയി കാണാനൊക്കെ പോകുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ പല്ലക്കണ്ട് കുളിക്കാണ്ട് നിനക്കാണ്ടൊക്കെ നൈസായിട്ട് പോയിട്ട് നമുക്കറിയാം അതായത് അയാളെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അല്ലാതെ എന്താ പറയുകയാണെങ്കിൽ ഫിസിക്കലായിട്ടുള്ള ഒരു ഇതല്ല. കാരണം ഇപ്പോൾ കുളിക്കാണ്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഭംഗി കുറയും. ആ ഭംഗി കുറഞ്ഞതുകൊണ്ട് അവൾ എന്നോട് എന്താ പറയാ ഇനിയും മിണ്ടാതിരിക്കില്ല, എന്നുണ്ടെങ്കിൽ അവളോട് ഇഷ്ടമില്ലാണ്ടിരിക്കൂ. ആ ഒരു സിറ്റുവേഷൻ അല്ല. അതായത് ഫിസിക്കൽ ഇതിനെക്കാട്ടിലും കൂടുതലും മെന്റൽ ആയിട്ടുള്ള ഒരു ബോണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മളിപ്പോൾ ഒരു തിരക്കിലൊക്കെ പെട്ടെന്ന് തന്നെ പോയി മുടിയിരാണ്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവരെ ഫേസ് ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അതായത് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവൾ എന്ത് വിചാരിക്കും എന്നുള്ളൊരു ചിന്ത നമുക്ക് തോന്നില്ല. അതേപോലെ ഇപ്പം പിള്ളേർക്കും ഇപ്പോൾ മേക്കപ്പ് ഒക്കെ എന്താ പറയുക 2 ഇഞ്ച് കനത്തിൽ കുട്ടിയൊന്നും ഇടാണ്ട് അന്തസ്സായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഇടുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. ബട്ട് ഒരു കോൺഫിഡൻസ് ലെവൽ അവരങ്ങനെ ചെയ്യണതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മുടിയിൽ പൗഡർ സാധനങ്ങളൊക്കെ ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫിഡൻസ് കൂടാനാണ്. ബട്ട് ആ ഒരു കോൺഫിഡൻസ് ലെവലിൽ ഡ്രോപ്പ് വരാതെ ഒരു മേക്കപ്പും ഇല്ലാതെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ നമ്മളിങ്ങനെ കാണുമ്പോൾ ആ ഒരു കോൺഫിഡൻസ് ലെവൽ, അതായത് ഞാനിപ്പോൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും എന്നുള്ളൊരു ചിന്ത ഇല്ലാതെ കാണുക അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സെറ്റപ്പ് വരിക എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇന്റേണൽ ആയിട്ടുള്ള ഒരു ബോണ്ട് സ്ട്രോങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് ലവ് ആവാനുള്ള ചാൻസ് ആണ് വളരെ കൂടുതലായിട്ടുള്ളത്. അല്ലാതെ ക്രഷ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഒരുങ്ങി തിളങ്ങിയൊക്കെ പോകാനുള്ള ചാൻസസ് ആണ് കൂടുതൽ. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലവേഴ്സ് തമ്മിൽ അടി എപ്പോഴും കൂടുതലായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ മെന്റലി നല്ല ബോണ്ടായിരിക്കും. അപ്പോൾ പിന്നെ അവർ ചെയ്യുന്ന ചെറിയ മിസ്റ്റേക്സുകൾ സംഭവങ്ങളൊക്കെ വരുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവരുള്ളത് തുറന്ന് പറയും. അതായത് ആ ചെയ്തിക്ക് ഇഷ്ടമില്ല, അപ്പൊ അതങ്ങനെ അടി വരാനുള്ള ചാൻസ് കൂടുതലാണ്. പെട്ടെന്ന് തന്നെ ഒരു അടി ഉണ്ടാവുന്നേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യും. ക്രഷ് ആണെന്നുണ്ടെങ്കിൽ അടി ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. അതായത് നമ്മളുടെ ലൈഫിൽ ഇന്ന ആള് വരും എന്നുള്ള നമുക്കൊരു ഉറപ്പുള്ള ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടാവില്ല. അതായത് ലവിലാന്നുണ്ടെങ്കിൽ അവൾ എനിക്ക് വേണം അല്ലാന്നുണ്ടെങ്കിൽ അവൻ എനിക്ക് വേണം, അതായത് ലൈഫ് ലോങ് കൂടെ വേണം എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വന്ന് ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കും മിക്കവാറും. അല്ലാന്നുണ്ടെങ്കിൽ വരണം എന്ന് തന്നെ ഒരു താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക, അടി എന്നുള്ളത് അവിടെ കുറവായിരിക്കും, ഇവിടെ കൂടുതലായിരിക്കും. അതായത് ലവേഴ്സിന്റെ ഇടയിൽ നല്ല രീതിക്കുള്ള, അതായത് റിലേഷൻ കീപ്പ് ചെയ്ത് പോകുന്ന ആഗ്രഹമുള്ള ആളുകൾക്കിടയിൽ അടി കൂടുതലായിരിക്കും. അതും പറഞ്ഞായിട്ട് കൊലടി നടന്നിട്ട് പിന്നെ പിരിഞ്ചു പോകുന്ന അടിയല്ല ഉദ്ദേശിച്ചത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള തല്ലുപിടുത്തങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് അവരുടെ ലൈഫിനെ അത് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യും. ബട്ട് തല്ലുപിടിച്ചുകൊണ്ടേ ഇരിക്കും എന്നുള്ള കാര്യമല്ല കേട്ടോ, അത് നോട്ട് ദാറ്റ് പോയിന്റ്. ഓക്കെ. പിന്നെ വേറൊരു കാര്യം, അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോക്സ്. അതായത് ചില ജോക്സ് ഇല്ലേ, അതായത് കോമഡി തന്നെ പെട്ടെന്ന് പുറത്തു കാണിക്കാൻ പറ്റാത്ത കുറെ ജോക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അവരോട് ഷെയർ ചെയ്യും. അതേപോലെ തന്നെ നമ്മളുടെ ഇപ്പോൾ വല്ല സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഫോട്ടോസൊക്കെ നമ്മളെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അരിഞ്ഞിരിക്കുന്ന ഫോട്ടോ ഒക്കെ ഇരിക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിസിക്കലി നമുക്ക് വലിയൊരു ഇത് കൊടുക്കാത്ത കൊണ്ട് ഇമ്പോർട്ടൻസ് ഇപ്പൊ നമ്മളെങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്ക് വലിയ വിഷമം ഉണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളതിനെ കുറിച്ച് ഇങ്ങനെ ബോധേഡ് ആവാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എത്ര കൂറ ഫോട്ടോ ആണെങ്കിലും നമ്മളുടെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കും. ഇപ്പോൾ ഇഫ് സപ്പോസ് നമ്മളൊരു ക്രഷ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും എന്താ പറയുക നമ്മളുടെ ഒരു അപ്പിയറൻസ് കാണിക്കുമ്പോൾ വളരെ നീറ്റായിട്ട് പക്കയായിട്ട് എന്താ പറയുക ഒരു ആർട്ടിഫിഷ്യാലിറ്റി അതിലുണ്ടാവും. ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക ഒറിജിനലായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ തന്നെ നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്കൊരു കൂറ സെൽഫി എടുത്ത് അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിലും സാധാരണ ഒരു മടിയില്ലാന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കിക്കോളാം. അതേപോലെ തന്നെ ഇപ്പോൾ എന്താ പറയുക ആ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ നമ്മുടെ ഉള്ളിൽ തന്നെ തോന്നാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അത് ക്രഷും ലവും തമ്മിലുള്ളൊരു ഡിഫറൻസ് ആണ്. പിന്നെ ക്രഷ് എന്ന് പറയുന്നത് ഒരാളോട് ഒരു ക്രഷ് തോന്നുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. അതായത് എപ്പോഴും അവരെ കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ബട്ട് ആ ലവിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എന്നും നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഒന്നും ഉണ്ടാവില്ല. നമ്മളിപ്പോ ആലോചിച്ച് നോക്കാന്നുണ്ടെങ്കിൽ ഇപ്പൊ കല്യാണം കഴിഞ്ഞൊരു കപ്പിൾ ഇപ്പോൾ നമ്മളെ അച്ഛനമ്മനൊക്കെ തന്നെ എടുക്കുക, ഒരുപാട് വർഷങ്ങളായി അവരിങ്ങനെ നടക്കുന്നു. പിന്നെ അവര് ദിവസവും കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ അപ്പുറത്ത് വീട്ടിലെ ചേട്ടൻ ചേച്ചി ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തമ്മിൽ നല്ല സ്നേഹത്തിലായിരിക്കും. ബട്ട് അവർ ദിവസവും കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ ക്രഷ്
ക്രഷ് ഉള്ള ആളുകളെ വേറൊരു ഒരു സ്വഭാവമാണ് പ്രണയത്തിൽ ബോറടിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി. അതായത് അവർക്ക് മറ്റാളോട് റിയൽ ആയിട്ടുള്ള ഒരു അഫെക്ഷൻ ഉണ്ടാവില്ല. എന്താ പറയാ, അതൊരു ക്രഷ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആയിരിക്കും അവരെ ബോറടിച്ചു തുടങ്ങുന്നത്. അതായത് പ്രണയത്തിൽ ബോറടിക്കുക എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. അതായത് റിയൽ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ നമ്മളുടെ മനസ്സിൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിസിക്കൽ അല്ലാണ്ട് മെന്റലി നമുക്കൊരു ബോണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബോറടിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. അല്ലാതെ ചുമ്മാ ഇങ്ങനെ എന്താ പറയാ, ചുമ്മാ കുറെ നേരം പാതിരാത്രി വരെ ഇരുന്ന് കുറുകി, നേരത്തെ പറഞ്ഞ പോലെ പ്രാവ് കുറുക്കുന്ന പോലെ കുറുകി അതും ഇത് പരിപാടിയുള്ള പാർക്കിലോട്ട് പോയി അങ്ങനെയൊക്കെ നടന്നിട്ടും എന്താ പറയാ, ബോറടി എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ വരുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അവള് വേണ്ട, അതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള ഒരു ഇത് കിട്ടും എന്നുള്ള ഒരു സെറ്റപ്പുകളൊക്കെ വരും. എന്തുകൊണ്ട് തേക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മിക്കവാറും ഈ ക്രഷുള്ള സെറ്റപ്പിലൊക്കെ ആയിരിക്കും സംഭവങ്ങൾ തേപ്പ് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല അതിന്റെ അതൊന്നും കാണാം. അപ്പോൾ ആ ഒരു ലെവലിലോട്ട് വരുമ്പോൾ ഈ എന്താ പറയാ, ഉള്ളിൽ നിന്നുള്ള ഒരു അഫെക്ഷൻ ഉണ്ടല്ലോ, അതുണ്ടാവില്ല. അതുണ്ടാവാതെ വരുമ്പോൾ ആണ് നമുക്ക് തന്നെ മനസ്സിലാവും അത് ലവ് അല്ല, അത് വെറും ക്രഷ് ആണെന്നുള്ളത്. അതും അങ്ങനെയുള്ള ആളുകൾ, ബോറടിക്കാനുള്ള ആളുകൾ ബോറടിക്കണമെന്നുണ്ടെങ്കിൽ നൈസായിട്ട് കമന്റ് ചെയ്യുക. ഇതാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മളുടെ ലൈഫ് എടുത്ത് നോക്കുക. ഇവരില്ലാതെ നമ്മളുടെ ലൈഫ് എംപ്റ്റി ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു ഫുൾ ആവില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇവരില്ലാതെ നമുക്ക് പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ. അതായത് നമ്മളുടെ ലൈഫിൽ നമ്മൾ ഇവരെ വെച്ചിട്ട് കുറേ കാര്യങ്ങൾ, അതായത് എങ്ങനെ ജീവിക്കണം, എന്ത് ജീവിക്കണം, നമ്മൾ എന്തായാലും ഫ്യൂച്ചറിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്ന ആളുകളാണ് മനുഷ്യന്മാർ. അപ്പോൾ നമ്മൾ ഇതിനെ കുറിച്ചിട്ട് കൂടുതൽ ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ ഇവരെ കൊണ്ട് അപ്പോൾ ഒരു എംപ്റ്റിനെസ്, ഇവരില്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതം അയ്യോ ആകെ പോയി എന്നുള്ള സിറ്റുവേഷൻ അത് വരികയാണെന്നുണ്ടെങ്കിൽ ആലോചിച്ചു അത് ലവ് തന്നെയാണ്. ഇപ്പോൾ അവള് പോയിട്ടുണ്ടെങ്കിലും പോട്ടെ, ഞങ്ങൾക്ക് അടുത്ത് വരും, ആ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ആലോചിച്ചു ക്രഷാണ്. ഇതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അതായത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗം പോയി റിക്കവർ ചെയ്യാൻ കുറെ ടൈം എടുക്കും എന്ന് നമുക്ക് തന്നെ തോന്നാറുണ്ട്. അതൊരു ലവ് ആണ്. അത് പോയി കഴിഞ്ഞാൽ റിക്കവർ ചെയ്യാൻ വലിയ ടൈം ഒന്നും എടുക്കില്ല. പോയ ആ ഒരു ലെവലാണെന്നുണ്ടെങ്കിൽ അതൊരു ക്രഷ് ആവാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അല്ലാതെ അത് ക്രഷ് ആണെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഈ വീഡിയോയിൽ ക്രഷ് എന്താണ്, ലവ് എന്താണ്, അതിന്റെ ഡിഫറൻസ് എന്താണെന്നാണ് ഞാൻ മെയിനായിട്ട് പറഞ്ഞുതരാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിലും നല്ല പോയിന്റ്സ് വല്ലതും അറിയാന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. നിങ്ങളിപ്പോൾ ഒരു ക്രഷിലാണോ അതോ ലവിലാണോ, അല്ലെങ്കിൽ വേട്ടെ സിംഗിൾ ആണോ എന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് തോന്നുന്ന, അല്ലാതെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ. അതായത് ക്രഷ് ആണോ ലവ് ആണോ ഇതാണ് സംഭവം എന്നുള്ളതൊക്കെ നമ്മളൊന്ന് ചുറ്റുപാട് വീക്ഷിച്ച് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ, ഇതിപ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി പ്രായമായ ആളുകൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമല്ലാതെ ഇത് ഇമ്മച്ചുവർ ആയിട്ടുള്ള നമ്മളെപ്പോലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് എന്നെ പോലെ വലിയ പ്രായപക്വത്തൊന്നും ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഓക്കെ, പിന്നെ അങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ല കാര്യങ്ങൾ. ഇതിപ്പോൾ നമ്മളൊന്ന് വിട്ട് ഇതിപ്പോൾ എന്താ സംഭവം, ലവാണോ അതോ ക്രഷാണോ, ഇതെന്താണ് കഥ എന്നുള്ള അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചുവന്ന ബട്ടൺ അതിൻ്റെ നൈസായിട്ട് സൈഡിലൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ട്. അവിടെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത പ്രാവശ്യം വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കും. എല്ലാവരും പറയണ പോലെ തന്നെ പറഞ്ഞതുള്ളൂ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഫ്രീ ആണ് കേട്ടോ. അതുകൊണ്ട് ആരും മടിയൊന്നും വിചാരിക്കരുത്. എനിക്ക് എന്തായാലും മെസ്സേജ് അയക്കണം, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം. ഇൻസ്റ്റാഗ്രാം ഐഡി RAZ എന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ലവിൻ്റെയും ക്രഷിൻ്റെയും ഡിഫറൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇറ്റ്സ് മീ റസീ സൈനിങ് ഓഫ്. പീസ്.